നമസ്കാരം കൂട്ടുകാരെ, വീട്ടുകാരെ, നാട്ടുകാരെ എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ചധികം കാലത്തിന് ശേഷമാണ് ഞാനൊരു ലോങ് വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് നമ്മൾ മൂന്നാറിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പോകുന്നതും വരുന്നതൊക്കെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ഇനി നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ സമയം വന്നിട്ട് 5:30 5:30ക്ക് നമ്മുടെ ടാക്സി ചേട്ടൻ വന്നിട്ടുണ്ട്. സോ അങ്ങനെ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് കയറി നേരെ നമ്മുടെ കമ്പനിയിൽ എത്തിയിട്ടോ. ഇവിടുന്ന് നമുക്ക് കുറച്ച് സാമഗ്രികൾ എടുക്കാനുണ്ട്. അതായത് നമുക്ക് സാമ്പിളിങ്ങിനാണ് നമ്മൾ മെയിനായിട്ട് മൂന്നാറിലേക്ക് പോണത്. സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സാമ്പിൾ എടുക്കാൻ വേണ്ടി പോവുക കേട്ടോ. സാമ്പിൾ കളക്ഷന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇമ്മാതിരി കുറച്ച് ടൂൾസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കണം. സോ അതൊക്കെ ഇങ്ങനെ എടുക്കുകയാണ്. ആൻഡ് ചേച്ചി ഞാനിവിടെ എത്തുന്നതിൻ്റെ മുന്നേ എത്തിയിട്ടുണ്ട്. ആൻഡ് ആൾ പോകാനുള്ള കുറച്ച് നമുക്ക് സാധനങ്ങൾ വേണമല്ലോ എന്തായാലും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ സോർട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ഒരു 5:45 ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ട്. ആൻഡ് 6 മണിക്കാണ് നമ്മൾ ഇവിടുന്ന് എന്താ പറയുക ഇറങ്ങാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. ആൻഡ് മൂന്നാറിൽ ഏകദേശം ഒരു 9:30-10 മണിയാകുമ്പം എത്തും എന്നുള്ള രീതിയിലാണ് പോകണം. അപ്പോൾ നമ്മൾ 3 ആൾക്കാരാണ് കേട്ടോ പോണത് ഇന്നത്തെ സാമ്പിളിങ്ങിന് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ കാര്യങ്ങളെല്ലാം റെഡിയാണ്. നമുക്ക് വേണ്ട ഈ ഡ്രൈ ഐസും പിന്നെ അത് കൂടാണ്ട് ഐസ് പാക്സും പിന്നെ എന്താണ് ബാക്കി നമുക്ക് സാമ്പിളിങ് ടൂൾസും ഇതെല്ലാം എടുത്തിട്ട് നമ്മൾ ആക്ച്വലി നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പം ഇപ്പം സമയം ഏകദേശം ഒന്ന് വെളിച്ചം വെച്ച് വന്നിട്ടുണ്ട്. അതായത് ഏകദേശം ഒരു 6-6:15 6:30 ഏകദേശം ആ ഒരു ടൈമാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം ഏകദേശമൊക്കെ ഒന്ന് വെളിച്ചം വെച്ച് വന്നിട്ടുണ്ട്. അപ്പം എഗെയിൻ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പിന്നെ ആദ്യമൊന്നും വലിയ പ്രശ്നമില്ലേനു, അതായത് കാഴ്ചയൊക്കെ കണ്ട്. പിന്നെ ഞാനൊരു പോയിന്റ് എത്തിയപ്പോൾ ഞാൻ കിടന്ന് ഉറങ്ങി കേട്ടോ. ഞാൻ മാത്രമല്ല, എല്ലാവരും ഉറങ്ങി. ഡ്രൈവർ ചേട്ടൻ മാത്രമേ ഉറങ്ങാത്തുള്ളൂ, ബാക്കി എല്ലാവരും അതിൻ്റെ ഉള്ളിൽ കിടന്നുറങ്ങി. ആൻഡ് ചേച്ചി 2 കണ്ണടിയൊക്കെ വെച്ചിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ അത്യാവശ്യം കാറിൽ കിടന്ന് ഉറങ്ങി കേട്ടോ. അങ്ങനെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീച്ച് അപ്പോൾ തന്നെ പിന്നെ നമ്മൾ ഭയങ്കര വർത്താനേനു. എന്തൊക്കെയോ കുറേ കാര്യങ്ങളെ പറ്റിയിട്ട് ഞങ്ങൾ 4 ആൾക്കാരും കൂടി ഇരുന്ന് വർത്താനം പറയുന്നു. അതായത് ഓവറോൾ അങ്ങോട്ടേക്കുള്ള ട്രിപ്പ് മൊത്തം ഭയങ്കര ഫണ്ണേനു കേട്ടോ. അങ്ങനെ ഏകദേശം ഇപ്പം സമയം വന്നിട്ട് ഒരു 8-8:30 ആയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് പോവുക എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആദ്യം തന്നെ ഈ ഭയങ്കര രാവിലെയുള്ള ഈ ഒരു പോക്കുണ്ടല്ലോ, കാരണം ഇങ്ങനെ കുറേ മഞ്ഞൊക്കെ മൂടി അങ്ങനെയുള്ള ഒരു കൈൻഡ് ഓഫ് അറ്റ്മോസ്ഫിയർ കാണാൻ ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ അങ്ങനെ പിന്നെ എഗെയിൻ നമ്മൾ കുറേ വർത്താനമൊക്കെ പറഞ്ഞ് പോയി. അങ്ങനെ പോകുന്ന വഴിക്ക് കുറേ കുരങ്ങന്മാരെയൊക്കെ കണ്ട്, കുരങ്ങന്മാർ മാത്രമല്ല കേട്ടോ, ഇങ്ങനെ ഈ മറ്റേ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കണ്ടിട്ടാണ് നമ്മളിങ്ങനെ പോയത്. അങ്ങനെ നമ്മൾ പോണ വഴിക്ക് ഒരു ഹോട്ടലിൽ എത്തിയപ്പം അവിടെ നിർത്തി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം ആരും ഒന്നും കഴിച്ചിട്ടില്ല, രാവിലെ ഇറങ്ങിയതാണല്ലോ. അങ്ങനെ ഈ കാണുന്ന വലിയൊരു നീറസ്റ്റൊക്കെ കഴിച്ചു. ആൻഡ് അത്യാവശ്യം വിശപ്പും കാര്യങ്ങളൊക്കെ നിന്ന് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം എഗെയിൻ നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ലൊക്കേഷൻ മൂന്നാറിൽ നിന്നും കുറച്ച് ഉള്ളിലേക്ക് പോകാനുണ്ടായിരുന്നു. എക്സാക്ട് നമ്മുടെ സാമ്പിൾ കളക്ഷൻ ലൊക്കേഷൻ വന്നിട്ട് എൻ്റെ ഈ ഒരു കമ്പനിയിൽ ഞാൻ ജോയിൻ ചെയ്തിട്ട് എൻ്റെ വെരി ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ ഈ ഒരു സാമ്പിളിങ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സിന് വേണ്ടിയിട്ട് പോണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ചെയ്യുന്നു, ലൈക്ക് എങ്ങനെയായിരിക്കും കാര്യങ്ങൾ. കാരണം എനിക്ക് അറിയാം സാമ്പിളിങ് എങ്ങനെ ചെയ്യണം എന്നുള്ളത്, ബട്ട് സ്റ്റിൽ ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ഒക്കെ ഇത് ആദ്യമായിട്ടാണ് കിട്ടാൻ വേണ്ടി പോണത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആയിരുന്നു. കാരണം നോർമലി ഇവരൊക്കെ മുന്നേ സാമ്പിളിങ്ങിനൊക്കെ പോയിട്ട് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു ഐഡിയ മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ സ്വന്തമായിട്ട് എൻ്റെ കൈകൊണ്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഐ വാസ് എക്സൈറ്റഡ്. ആൻഡ് അതിൽ കൂടുതലായിട്ട് ഭയങ്കര അടിപൊളിയാണ് ഇത് മൊത്തത്തിൽ കാണാനായിട്ട്. മൂന്നാറൊക്കെ ഇങ്ങനെ ഒരു ഫ്രീ ആയിട്ട് കമ്പനി ചിലവിൽ വന്നിട്ട് കാണുക എന്ന് പറയുന്നതും അത് വേറൊരു കാര്യമാണ്. അതായത് നമ്മൾ നമ്മുടെ പ്രൊജക്റ്റിന് വേണ്ടിയിട്ടുള്ള വർക്കിംഗ് ആയതുകൊണ്ട് തന്നെ കമ്പനി തന്നെ നമ്മുടെ കംപ്ലീറ്റ് എക്സ്പെൻസ് കവർ ചെയ്തോളും, ഇൻക്ലൂഡിങ് ട്രാവലും, അതിൽ ഇപ്പോൾ ഇൻ കേസ് സ്റ്റേ ഉണ്ടെങ്കിൽ അതും ഫുഡും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കേട്ടോ. സോ അങ്ങനെ നമ്മൾ ഫൈനലി ഇത് ഡെസ്റ്റിനേഷനിലെത്തി. ആൻഡ് ഇനി നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇത് ഏത് പ്ലോട്ടാണ് എന്ത് പ്ലോട്ടാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, ബിക്കോസ് അതങ്ങനെ പറയാൻ പാടില്ല. ഇറ്റ്സ് ബിറ്റ് കോൺഫിഡൻഷ്യൽ. കാരണം നമ്മുടെ പ്രൊജക്റ്റായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യമായതുകൊണ്ട് അത് ഞാൻ ഓവറായിട്ട് പറയുന്നില്ല കേട്ടോ. അപ്പോൾ എങ്ങനെയാണെങ്കിലും നമ്മൾ ഡെസ്റ്റിനേഷനിലെത്തി. ആൻഡ് ഇവിടുന്ന് നല്ല അടിപൊളി ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ടുള്ള കുറേ നല്ല സ്പോട്ടുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഇവിടേക്ക് നിന്ന് ഇവിടെ എത്തിയപ്പോൾ തന്നെ നമ്മൾ നല്ലൊരു ചൂട് കട്ടൻ ചായ കുടിച്ചിട്ടോ ആദ്യം തന്നെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര തണുപ്പാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ കണ്ടതിന് മൂന്നാറ് ഭയങ്കര തണുപ്പാണ്, ഭയങ്കര മഞ്ഞാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറേ വീഡിയോ ഒക്കെ കണ്ടിന്. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ആ കാണുന്നതൊക്കെ സത്യമാണ്. അതായത് അവർ ഈ പറഞ്ഞ കാര്യങ്ങളും ആ തണുപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ഭയങ്കര തണുപ്പിന്. എൻ്റെ അമ്മി ഞാനൊക്കെ ഒരു സ്വെറ്റർ ഇട്ട് അതിൻ്റെ മേലെ ഒരു ഹുട്ടി കിട്ടിട്ടാണ് നടന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ പ്ലോട്ടിലെത്തി. അപ്പോൾ ഇവിടുന്ന് നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്യുക. അപ്പോൾ മെയിനായിട്ട് ഞങ്ങളെ വർക്ക് എന്ന് പറയുന്നത് മൈക്രോബയോം ബേസ്ഡ് വർക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാമ്പിൾ കളക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇതിലെന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ഈ ടീ പ്ലാന്റ്
പ്ലാന്റേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് തീരെ സ്ഥലമില്ല ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കാൻ. ഭയങ്കര കൺജസ്റ്റഡ് ആയിരുന്നു. അതായത് കണ്ടോ, നിങ്ങൾക്കിപ്പോൾ ആ ഒരു വഴി കണ്ടാൽ മനസ്സിലാവും. നമ്മൾ നേരത്തെ ഉണ്ടല്ലോ ഈ ഒരു പ്ലോട്ടിൻ്റെ ഏറ്റവും താഴെയായിട്ടാട്ടോ സാമ്പിൾ കളക്ട് ചെയ്ത് അവിടെ നിന്ന് നമ്മൾ നേരെ മേലേക്ക് കയറി. ശരിക്കും പറഞ്ഞാൽ ഇത് കൂടെ നടക്കാനൊക്കെ ആയിട്ട് ഭയങ്കര പാടേനു. കാരണം ഈ പറയുന്ന ഈ പ്ലാന്റേഷൻസ് തമ്മിൽ ഭയങ്കര അടുത്തടുത്തായതുകൊണ്ട് തീരെ സ്ഥലമില്ല നമുക്ക് നടക്കാനായിട്ട്. അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ അതിൽക്കൂടിയൊക്കെ നടന്ന് എങ്ങനെയൊക്കെയാണ് സാമ്പിളൊക്കെ കളക്ട് ചെയ്തത്. പക്ഷേ അത് ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞാനിതൊക്കെ ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഗൈസ്. അങ്ങനെ നമ്മുടെ സാമ്പിൾ കളക്ഷനൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 3 മണിയൊക്കെ ആയിട്ടോ കംപ്ലീറ്റ് കഴിയാനായിട്ട്. അങ്ങനെ നമ്മൾ വരുന്ന വഴിക്ക് ഇതാ ഈ ഒരു ഹോട്ടലിൽ കയറിയിട്ടോ. ഹോട്ടൽ അപ്പുണ്ണീസിലാണ് കയറിയിട്ടുള്ളത്. ആൻഡ് ഇവിടെ മാത്രമാണ് അത്യാവശ്യം നല്ല ഫുഡ് കിട്ടുന്നതെന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത് അവിടുത്തെ ആൾക്കാർ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ കയറിയിട്ട് ഫുഡ് കഴിച്ചത്. ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ കൈ കഴിക്കാൻ പോയപ്പോൾ അതാ ഈ ഒരാളെ കണ്ടു കേട്ടോ. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു ഷിറ്റ്സു. ഇതിൻ്റെ പേരെന്താണെന്ന് അറിയാം, കുട്ടീന്നാട്ടോ. കുട്ടീന്ന് വിളിക്കുമ്പോഴാണ് അതിങ്ങനെ കേൾക്കുന്നുണ്ട്. ആൻഡ് അതുപോലെ നമ്മളോട് ഭയങ്കര പരിചയമൊക്കെ കാട്ടുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഷിറ്റ്സുകളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഐ ലവ് ഷിറ്റ്സു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇനി നേരെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നേരെ തിരിച്ചു പോവുകയാണ്. ഇപ്പോൾ സമയം വന്നിട്ട് ഏകദേശം ഒരു 4:30 ആയിട്ടുണ്ട്. ആൻഡ് 4:30 കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി ജമ്പ് ചെയ്യുന്നത് 8:30-യിലേക്കാണ്. സോ ഏകദേശം ഒരു 8:30 ടൈമൊക്കെ ആയി. ആൻഡ് നമ്മൾ ഏകദേശം നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്താനായി. അതായത് ഞാൻ തിരിച്ചെൻ്റെ ഹോസ്റ്റലിലേക്ക് എത്താൻ. ഇന്നത്തെ ദിവസം എന്തായാലും ഭയങ്കര അടിപൊളിയായിരുന്നു. ആൻഡ് ഇന്ന് നമ്മുടെ സാമ്പിളിംഗ് ഡേ ആയിരുന്നു. ആൻഡ് നമ്മൾ ഇന്ന് പോയ കാര്യം സക്സസ്ഫുള്ളി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റി. ആൻഡ് മൊത്തത്തിൽ പറയാനാണെങ്കിൽ ഇതിൻ്റെ വെരി ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ആൻഡ് ഐ ഫെൽറ്റ് റിയലി ഹാപ്പി. കാരണം ഇന്നത്തെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം അടിപൊളിയായിട്ട് നടന്നു. അപ്പോൾ കൂടുതൽ ഇനിയുള്ള വീഡിയോസ് ആയിട്ട് കാണാം. താങ്ക് യു.